welcome to our class. So today I'm going to discuss about what is good manners. എന്താണ് ഗുഡ് മാനേഴ്സ് എന്നുള്ളതാണ് മാം ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ, നമ്പർ 1, pray to God. അല്ലേ, നമ്മൾ എപ്പോഴും നമ്മളെ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ. എന്താണ്, നമ്മൾക്ക് ആരോഗ്യവും ആയുസ്സും ഒക്കെ ഇത്ര നന്നായിട്ട് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാം നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിയും എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നത് ആരാണ്? നമ്മുടെ ദൈവമാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. Number 2, go to bed early, wake up early. You should go to bed early and wake up early in the morning. അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ തന്നെ കിടക്കാനും ശ്രമിക്കണം, അതുപോലെ നേരത്തെ തന്നെ നമ്മൾ എഴുന്നേൽക്കും വേണം. ഓക്കെ. Number 3, brush your teeth. You should brush your teeth at least 2 times every day. എന്താണത്? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പം എല്ലാ ദിവസവും 2 നേരമെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ബ്രഷ് ചെയ്യണം അല്ലേ. നമ്മൾ മോർണിംഗ് ചെയ്യണം, അതുപോലെ നമ്മൾ ബിഫോർ ഗോ ടു ബെഡ്, നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബ്രഷ് ചെയ്യുക. ഓക്കെ. 4, take a bath every day. Then you should take a bath every day. Keep your body clean. അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ എന്നും എല്ലാ ദിവസവും നമ്മൾ കുളിക്കണം അല്ലേ. കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താവും? നമ്മുടെ ബോഡി എല്ലാം ക്ലീൻ ആവും അല്ലേ. Number 5, say hello. When you meet someone you should always say hello, how are you? അല്ലേ, എന്ത് ചെയ്യണം? നമ്മൾ ആരെങ്കിലും മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെന്ത് ചെയ്യണം? നമ്മൾ വിഷ് ചെയ്യണം അല്ലേ. ഹലോ അല്ലെങ്കിൽ ഹൗ ആർ യു എന്ന് നമ്മൾ ചോദിക്കണം. ഓക്കെ. Number 6, talking to others. Children, while talking to others, you should talk safely and politely. അല്ലേ, എന്താണ്, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വളരെ വിനയത്തോട് കൂടിയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. Number 7, say please. If you want something to others or if you want favor from others, you should always say please. അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരാളോട് നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവരോട് പ്ലീസ്, എക്സ്ക്യൂസ് മീ, അല്ലെങ്കിൽ പ്ലീസ് ക്യാൻ യു ഗീവ് മീ, അല്ലെങ്കിൽ എനിക്കതൊന്ന് തരൂ അല്ലേ. നമ്മൾ എന്ത് ചേർക്കണം? നമ്മൾ പ്ലീസ് അല്ലേ. നമ്മൾ പൊലൈറ്റ് ആയിട്ട് നമ്മൾ പ്ലീസ് എന്ന് നമ്മൾ ചേർത്തിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. ഓക്കെ. Number 8, say sorry. Children, if you have something wrong or if you have someone you should always say I'm sorry. അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരോട് എന്ത് പറയണം? I'm sorry അല്ലേ. നമ്മൾ I'm sorry എന്ന് നമ്മൾ പറയണം. Number 9, say thank you. Children, when someone does you favor, you should always say thank you. നമ്മൾക്ക് വേണ്ടി ആരെങ്കിലും ഒരു ഫേവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരോട് എന്ത് പറയണം? Say thank you. Number 10, say welcome. Children, when someone else say thank you to you, you should always say welcome. അല്ലേ, നമ്മളോട് ആരെങ്കിലും താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരോട് എന്ത് റിപ്ലൈ കൊടുക്കണം? വെൽക്കം. ഓക്കെ. Number 11, share your things. You should always share your things with your family members, friends and others. അല്ലേ, നമ്മൾ എന്ത് ചെയ്യാം? നമ്മളെ കയ്യിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം അല്ലേ. നമ്മൾ ഷെയറും കെയറും നമ്മൾ പഠിക്കണം അല്ലേ. മറ്റുള്ളവർക്ക് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുക? നമ്മളത് ഷെയർ ചെയ്യുക അല്ലേ. നമ്മൾ അവർക്കും കൂടി നമ്മൾ ഷെയർ ചെയ്തിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ. Number 12, knock before you enter. Children, you should always knock the door before you enter. അല്ലേ, നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മൾ മറ്റുള്ളവരെ റൂമിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്ലേസിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഡോർ ക്ലോസ്ഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്ലീസ് നോക്ക് ദ ഡോർ, എക്സ്ക്യൂസ് മീ അല്ലേ, മേ ഐ കം ഇൻ അല്ലേ, നിങ്ങൾ അങ്ങനെ ചോദിക്കണം. ഓക്കെ. Number 13, respect elders. You should always respect your elders, obey to elders and listen to your elders. Okay. നമ്മൾ എന്ത് ചെയ്യാം? നമ്മളെക്കാൾ മുതിർന്ന ആളുകളെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? റെസ്പെക്റ്റ് ചെയ്യണം. അവർ പറഞ്ഞത് കേൾക്കണം അല്ലേ. ലിസൺ ചെയ്യണം. നമ്മൾ അവരെന്താണോ നമ്മളോട് കാര്യങ്ങൾ പറയുന്നത് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കേൾക്കണം അല്ലേ. നമ്മൾ എപ്പോഴും അവരെ റെസ്പെക്റ്റ് ചെയ്യണം. ഓക്കെ. Number 14, help to others. Children,
ഇഫ് യു ഫൈൻഡ് someone is difficulty you should always offer your helps. അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർ ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവരോട് എന്ത് ചെയ്യിക്കണം? മേ ഐ ഹെൽപ്പ് യു, എൻ്റെ സഹായം വേണോ? അല്ലേ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗുഡ് മാനേഴ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മക്കളെല്ലാവരും നിങ്ങളുടെ ലൈഫിൽ ഇത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. കാരണം നിങ്ങൾ കുഞ്ഞു മക്കളാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും അല്ലേ. നിങ്ങൾ ഇപ്പോഴേ ഇതെല്ലാം ചെയ്ത് ശീലിച്ച് വരണം. അപ്പോൾ മാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് വരേക്കും താങ്ക് യു.